മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത വേദനയാണ് കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശിയായ അർജുൻ മരണപ്പെട്ട സംഭവം. ആഴ്ചകളോളം നീണ്ട തിരച്ചിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. കർണാടക ഗോവ അതിർത്തിക്കടുത്തുള്ള കാർവാറിന് സമീപം ഗംഗാവതി പുഴയിൽ മണ്ണിടിച്ചിലിൽ വീണ ലോറിയിലകപ്പെട്ട അർജുൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നത് ഈ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന തിരച്ചിലിന് ശേഷമാണ്. അർജുൻ അപ്പോഴും ജീവനോടെ ഉണ്ടാകുമെന്ന് പോലും കരുതി പ്രാർത്ഥിച്ച ഒരുപാട് മലയാളികളുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനകളിലൊക്കെ വിഫലമായി മാറുകയായിരുന്നു. ഇപ്പോഴിതാ ന്യൂസ് 18 അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ സമഗ്രമായ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതും. ന്യൂസ് 18 ഗ്രൗണ്ട് വർക്ക് തന്നെ നടത്തി ഭയങ്കരമായി റിപ്പോർട്ട് ചെയ്യുകയും ജനങ്ങൾക്കിടയിൽ കണ്ടിന്യൂസ് ആയി അർജുൻ്റെ വിവരങ്ങൾ കൊണ്ടെത്തിച്ചതും നമ്മളാണ്. അന്ന് നിരന്തരമായി ഞങ്ങളോട് സംസാരിച്ചിരുന്ന ഒരാളാണ് അർജുൻ അകപ്പെട്ട ലോറി ഉടമകളിൽ ഒരാളായ മനാഫ്. ലോറി കാണാതായ ദിവസം മുതൽ അർജുനെ കണ്ടെടുക്കുന്ന ആ ദിവസം വരെ ഒപ്പം നിന്നെങ്കിൽ പോലും പിന്നീടുണ്ടായ അവഗണനകളും കുറ്റപ്പെടുത്തലുകളും വേദനിപ്പിച്ചതായി അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഉടമ മനാഫ് ദുരന്തത്തിൻ്റെ 2ാം വർഷത്തിൽ ന്യൂസ് 18 പറഞ്ഞു. തൻ്റെ വീടടക്കം വിറ്റും തെരച്ചിൽ നടത്താൻ ആലോചനകൾ നടന്നിരുന്നതായുമാണ് മനാഫ് ന്യൂസ് 18 പറയുന്നത്. അതിന് വാക്കുകളിലേക്ക്. കേരളം ഒരു മനസ്സോടെ പങ്കെടുത്ത ദൗത്യമാണ് ഷിരൂരിൽ നടന്നത്. കോഴിക്കോടുകാരനായ മലയാളിയായ അർജുന് വേണ്ടിയുള്ള സമാനതകളില്ലാത്ത തെരച്ചിലിന് സാക്ഷ്യം വഹിച്ച കാലമാണ് കടന്നു പോകുന്നത്. അർജുൻ്റെ ഓർമ്മകൾക്ക് 2 വയസ്സ് എത്തുമ്പോൾ നമുക്കൊപ്പം ലോറിക്കാരനായ മനാഫാണുള്ളത്. ഒരുപക്ഷെ അർജുന് വേണ്ടി ഏറ്റവും അധികം ആ ദിവസങ്ങളിൽ കഷ്ടപ്പെട്ട ആൾ കൂടി അദ്ദേഹമാവും. കേവലം ഒരു ലോറി നഷ്ടപ്പെട്ടതിനപ്പുറം തൻ്റെ സഹോദരനെ പോലെ കരുതുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, അതിനായാണ് അദ്ദേഹം മുൻകൈ എടുത്തത്. 2 വർഷമാവുന്നു അർജുൻ്റെ ഓർമ്മകൾക്ക്, അല്ലേ? എങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്നു അന്നത്തെ ആ ദിവസങ്ങൾ? വല്ലാത്തൊരു ദിവസമായിരുന്നു. 72 ദിവസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 72 ദിവസമാണ് കടന്നുപോയത്. ഇന്നും അർജുൻ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട്. അതായത് വയനാട് ദുരന്തം നടന്ന് 400 ചില്ലാൻ ആളുകൾ മരണപ്പെട്ട് അവരിൽ എത്ര പേരുടെ പേരുകൾ നമ്മൾ ഓർക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. പക്ഷെ അർജുൻ എപ്പോഴും ആളുകൾ ഓർക്കുന്നുണ്ട്. അതൊരു വൈകാരികമായിട്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക ഒരു സംഭവം തന്നെയാണ്. 2024 മുതൽക്കുള്ള ഈ കേരളത്തിൽ ജീവിച്ച എല്ലാ മനുഷ്യരും അർജുനെ ഓർക്കുന്നുണ്ട്. അതന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു കേരളത്തിൽ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കണമെന്നറിയില്ല. മലയാളികൾ ഒറ്റക്കെട്ടായി അന്യ സംസ്ഥാനത്ത് അവിടുത്തെ കാലാവസ്ഥനെ വെല്ലുവിളിച്ച്, അവിടുത്തെ ഭരണകൂടത്തെ വെല്ലുവിളിച്ച്, അവിടുത്തെ സിസ്റ്റത്തിനെ വെല്ലുവിളിച്ചിട്ട് കേരളത്തിൻ്റെ ഒരു മലയാളിയായ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ടുവരാൻ ഒറ്റക്കെട്ടായിട്ട് പ്രയത്നിച്ചതിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന്. തീർച്ചയായിട്ടും ഇതിന് ഞാൻ ഓരോ ആളുകളോടും കടപ്പെട്ടിരിക്കുകയാണ്. മലയാളികളായിട്ടുള്ള അവരുടെ 72 ദിവസം ഞാൻ എൻ്റെ കൂടെ സഞ്ചരിച്ച വ്യക്തികളാണ് ഈ മലയാളികൾ. ഒരിക്കലും അവരില്ലെങ്കിൽ ഇത് കിട്ടൂലേനി. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വിഷയം സത്യത്തിൽ 4 വരിയിൽ ഒതുങ്ങേണ്ട ഒരു വിഷയമാണ്. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ മലയാളി ഡ്രൈവർ കാണാതായി. ഈ ഒരു വിഷയത്തെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും ചർച്ച ചെയ്യാനൊരു കാരണക്കാരനായി മാറി എന്നുള്ളതിൽ ഇപ്പോഴും മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട്. കോഴിക്കോട് MP പോയി കണ്ട്, മാധ്യമങ്ങളെ കണ്ട്, കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടേക്ക് പോയി. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു ഒറ്റപ്പെട്ട ഒരു സമയം ഇനി അത് പിന്നെ ഒരു പോരാട്ടം അങ്ങോട്ട് തുടങ്ങി. ആദ്യഘട്ടങ്ങളിൽ ഒരു 3-4 പ്രാവശ്യം പോലീസുകാരുടെ അടിയൊക്കെ കിട്ടേണ്ടി വന്നു. പിന്നെ മോർച്ചറികളിൽ പോക്കായി, ഹോസ്പിറ്റലുകളിൽ തിരയലായി. നമ്മളെ വണ്ടിയും കാണില്ല, ഡ്രൈവറെയും കാണില്ല, ആർക്കും ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പിന്നീട് ആ പോരാട്ടം മലയാളികൾ ഏറ്റെടുത്ത്, അതോടുകൂടി മന്ത്രിമാർ ഏറ്റെടുത്ത്, രാഷ്ട്രീയ പ്രവർത്തകർ ഉണർന്ന്
ഇതിൻ്റെയൊക്കെ പിറകിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരാണ്. താങ്കൾക്ക് ഒരുപാട് പണച്ചെലവ് വന്നു, പിന്നീട് ഒരുപാട് നഷ്ടങ്ങളുണ്ടായ ജീവിതത്തിൽ, അല്ലേ? ഈ ഒരു ദൗത്യം വിജയിച്ചെങ്കിൽ പോലും പിന്നീട് ഒരു നഷ്ടങ്ങളുടെ ഒരു വലിയ കണക്ക്, ഒരുപക്ഷെ ഈ ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവായത് താങ്കൾക്കായിരിക്കും. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇതൊന്നും ഞാൻ അത്ര വലിയ പണക്കാരനായിട്ടല്ല, എൻ്റെ മൂല്യങ്ങളാണ് ഇതിനൊക്കെ എന്നെ പ്രേരിപ്പിച്ചത്. ഒരു ഘട്ടത്തിൽ ഞാൻ എൻ്റെ സ്വന്തം വീട് വരെ വിൽക്കാൻ വേണ്ടിയിട്ട് ഡഡ്ജർ കൊണ്ടുവരാൻ പണം ഇല്ല എന്ന് കർണാടക ഗവൺമെൻറ് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട് വിറ്റിട്ട് പണം എത്തിക്കാന്ന്. ഈ വീട് എത്രയും എളുപ്പത്തിൽ വിറ്റ് പോകുന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. ആരും ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ്. ആറ്റുനോറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയ വീടാണ്. അതാണ് എൻ്റെ അടുത്ത് പിന്നെ വെക്കാനുള്ളത്. എൻ്റെ കുറേ വാഹനങ്ങൾ വിറ്റിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ പണം ആ ദിവസങ്ങളിൽ അവിടെ ചിലവാക്കിയത്. അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂല്യമാണ്. ഞാൻ ഇതൊക്കെ പിന്നെ ഉണ്ടാക്കാം, പക്ഷേ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയെ പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ആ സമയത്ത് ആ മൊബൈൽ റിങ് ചെയ്ത് പറയുമ്പോൾ ആ ഫാമിലി പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ആ ഒരു ഉൾക്കിടിലം അത് പറഞ്ഞറിയിക്കാനാവാത്തൊരു വിഷയമാണ്. അവഗണന എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ ഒരു പെയിൻഫുൾ സംഭവമാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു കത്തിയെടുത്ത് നെഞ്ചത്ത് കുത്തിയാൽ പോലും അത്ര വേദനിക്കൂല. അതിനേക്കാൾ എത്രയോ വേദന ഉള്ള സാധനമാണ് ഈ അവഗണന എന്ന് പറയുന്നത്. സഹിക്കാൻ കഴിയാത്തൊരു വിഷയമാണ്. അത്ര 101% സമർപ്പിച്ചിട്ട് അവഗണന നേരിടുമ്പോൾ ആ ഒരു വില. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ക്രെഡിറ്റൊക്കെ ആർക്കെങ്കിലും പോട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് സത്യത്തിൽ അർജുനെ കിട്ടിയതിന് ശേഷം ഞാൻ പല സമയത്തും പറയണമെന്ന് വിചാരിച്ചൊരു സംഭവമുണ്ട്. ഈ അർജുനെ കിട്ടിയ ആ ദിവസം, ആ സമയം സത്യത്തിൽ ഞാൻ ചാനലുകാരോട് നന്ദി പറഞ്ഞ് ഞാൻ പിരിഞ്ഞു പോയ ആളാണ്. ഇപ്പം ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. ഇപ്പം കിട്ടിയില്ലെങ്കിൽ വളരെയധികം പ്രയാസം തോന്നുമായിരുന്നു. പക്ഷെ കിട്ടിയപ്പോൾ ഇനി എന്താ പറയുക, ലൈഫിൽ ഇതൊരു എന്താ പറയുക, മരിച്ച ആള് മരിച്ച്, പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തലുകളും ഇതൊക്കെ ഇപ്പോഴും തുടരുമ്പോൾ ഉള്ള ഒരു വിഷമം, അത്രേ ഉള്ളൂ. ശിരൂരിലെ ദൗത്യത്തിൻ്റെ ഒരു മർമ്മപ്രധാന സ്ഥാനമായി, അല്ലെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ നിന്നയാളാണ്. പിന്നീട് പല നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. എന്തായാലും അതിൽ വലിയ വിഷമമുണ്ട്. അവഗണന എല്ലാ കാലത്തും വേദനിപ്പിക്കുന്നത് തന്നെയാണെങ്കിലും അർജുൻ്റെ ഭൗതിക ദേഹമെങ്കിലും നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞല്ലോ എന്നതിൻ്റെ ഒരു ആശ്വാസമാണ് മനാഫ് പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.